പ്രിയപ്പെട്ടവരെ, ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് സംബന്ധിച്ചൊരു ധാരണ എനിക്കില്ല. എത്ര പ്രസംഗിച്ചാലും എത്ര വാക്കിൽ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും ഈ പരിപാടിയുടെ മഹത്വവും അതിൻ്റെ മനോഹാരിതയും അത് എത്രത്തോളം ഹൃദയസ്പർശിയാണ് എന്നുള്ളത് വാക്കുകളിൽ ആർക്കും വരക്കാനോ പറയാനോ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ അത്ര ഹൃദ്യമായ, അത്ര അനിവാര്യമായ, അത്ര കാമ്പുള്ളൊരു സന്ദേശത്തെ ഉൾക്കൊള്ളുന്ന ഈ ഓണവൈബിന് ഓരോ വടകരക്കാരന്റെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇപ്പം വേദിയിൽ കണ്ട സ്വാഗത നൃത്തം, വെൽക്കം ഡാൻസ്, ഞാൻ MLനോട് പറയായിരുന്നു, ഞങ്ങൾ ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ, പ്രയാസങ്ങൾ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപകടങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട്, ദുരന്തങ്ങൾ പലപ്പോഴും കണ്ടു നിൽക്കേണ്ടി വരാറുണ്ട്, അതിന്റെ ഭാഗവാക്കാവാറുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ജനപ്രതിനിധികൾ എന്ന ഉത്തരവാദിത്തത്തോടെ ചിലപ്പോൾ ഓടാറും ചെല്ലാറും കാണാറൊക്കെയുണ്ട്. കുടുംബങ്ങളിലെ പ്രയാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സ് മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഇൻസിഡൻസ് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു മരവിപ്പ് മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ബാധിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ബാധിച്ചവർക്ക് പോലും അവരുടെ പോലും കണ്ണ് നിറയുന്ന തരത്തിൽ ശബ്ദങ്ങളുടെ ലോകത്തില്ലാത്തവരെ മുമ്പിലിരിക്കുന്ന രണ്ട് അധ്യാപകർ അവര് ആക്ഷനിലൂടെ താളത്തിലേക്ക്, മൂവ്മെന്റിലേക്ക്, ഡാൻസിലേക്ക് അവരെ ചിരിയോടെ പ്രേരിപ്പിക്കുകയും ആ പ്രിയപ്പെട്ടവരെ നോക്കി തങ്ങളുടെ ശരീരങ്ങൾ ചലിപ്പിക്കുകയും അത് ശബ്ദങ്ങളുടെ ലോകത്തുള്ള നമുക്ക് കേൾക്കുന്ന പാട്ടിനോടൊപ്പം അവർ ചലിക്കുന്ന തരത്തിലാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ അധ്വാനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, അവരോടൊപ്പമല്ല അത് ആരോടൊപ്പമാണ് നമ്മുടെ ഈ ഓണം ആഘോഷിക്കേണ്ടത് എന്നുള്ള സന്ദേശം തന്നെയാണ് ഇവിടെ കൊണ്ടാടുന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് ഓണം എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുക. ഞാൻ അറിഞ്ഞു 9 സ്കൂളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെ. ഇപ്പൊ റോട്ടറിയിലെ കുട്ടികളാണെന്ന് ഇപ്പൊ ഞാൻ അവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അതിന്റെ പിന്നിൽ അത് ഒരുക്കാൻ നിന്നവർ, ആ നൃത്തങ്ങൾ പരിശീലിപ്പിച്ചവർ, അതിന്റെ മൂവ്മെന്റ്സ് കുട്ടികളെ പഠിപ്പിച്ചവർ, അതിന്റെ പിന്നിൽ ഓരോരുത്തരും അവരുടെ രക്ഷിതാക്കൾ, എല്ലാത്തിലും ഉപരി മനോഹരമായി പരിമിതികളെ മറികടന്ന് നമുക്ക് വിധിയോട് പൊരുതാൻ പ്രചോദനമായ കുഞ്ഞു കുരുന്നുകൾ, അവർക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു കയ്യടി നമുക്കിവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കൊടുക്കാം എന്നുള്ളത് എനിക്ക് തോന്നുന്നതാണ്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, അതൊരു ദീർഘമായ പ്രസംഗത്തിന്റെ വേദിയല്ല. ഭിന്നശേഷി മക്കള് ഇപ്പം പലപ്പോഴും 9 സ്കൂളിൽ നിന്ന് 350 കുട്ടികൾ ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനും ഈ സംഗമത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ 9 സ്കൂളുകൾ ഇവിടെ ആദരിക്കുന്നുണ്ട്. ആ 9 സ്കൂളിൽ നിന്ന് വന്ന 350 കുട്ടികളെയും ഇവിടെ ആദരിക്കുന്നുണ്ട്. അവർക്ക് ഓണക്കോടി ഉണ്ട്, അവർക്ക് ഭക്ഷണമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സിന്, അവിടുത്തെ മറ്റ് സ്റ്റാഫിന് എല്ലാവർക്കും ആദരവുണ്ട്. എനിക്ക് പ്രിയ